കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് കണ്ണൂരിലെ അത് ഇച്ചിരി സങ്കടപ്പെടുത്തുന്ന വാർത്ത. അഴീക്കോട് അമ്മയെയും 2 കുട്ടികളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. മീൻകുന്ന് സ്വദേശി ഭാമയും കുട്ടികളുമാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. അരുൺ പൂപ്പറമ്പ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവിച്ചത്? രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും അവിടെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ആത്മഹത്യയാണെന്ന് ഉറപ്പിക്കുകയാണോ പോലീസ്? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അരുൺ? വിജയകുമാർ, ഇന്ന് രാവിലെയാണ് ഈ 3 പേരെയും കാണാതായി എന്ന വിവരം ഈ ഭാമയുടെ സഹോദരി പോലീസിനെ വിളിച്ചറിയിച്ചത്. ആദ്യം നാട്ടുകാരെ അറിയിച്ചു. നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പോലീസിന് ഇത്തരത്തിലൊരു പരാതി നൽകി. ഇവരെ 3 പേരെയും കാണാനില്ല എന്ന പരാതിയാണ് നൽകിയത്. അതിനുശേഷം നാട്ടുകാരും പോലീസും ചേർന്ന് വീടിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം പരിശോധന തെരച്ചിൽ നടത്തി. അതിനിടെയാണ് ഇവർ വീടിന് തൊട്ട് സമീപമുള്ള കിണറ്റിൽ കൂടി തെരച്ചിൽ നടത്തിയത്. കിണറിലാണ് ഈ 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാമയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ തെരച്ചിലിൽ ഈ 2 ആൺകുട്ടികളുടെ കൂടി മൃതദേഹം 2 കുട്ടികളുടെ കൂടി മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഭാമ, മീൻകുന്ന് സ്വദേശിയായിട്ടുള്ള ഭാമ 44 വയസ്സ്, 2 മക്കൾ ശിവനന്ദ് 14 വയസ്സ്, അശ്വന്ത് 9 വയസ്സ്. ഇവർ 3 പേരെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് പങ്കുവെക്കുന്ന വിവരം അങ്ങനെയാണ്. ഇതിൽ ഭാമക്ക് നേരത്തെ തന്നെ ചില മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അതിന് ചികിത്സ തേടുകയും അതിലിപ്പോൾ മരുന്നുൾപ്പെടെ കഴിക്കുന്ന ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഭാമ എന്നതാണ് പോലീസ് പറയുന്നത്. ഭർത്താവ് കുറെ കാലമായി അകന്ന് താമസിക്കുകയാണ്. ചില സമയങ്ങളിൽ കുട്ടികളെ കാണാൻ വേണ്ടി മാത്രമാണ് ഭർത്താവ് വീട്ടിലേക്ക് വന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 3 പേരുടെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളവട്ടണം പോലീസ് ആത്മഹത്യയാണെന്നൊരു പ്രാഥമിക നിഗമനം പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ വിശദമായ അന്വേഷണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. വളവട്ടണം CI ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇപ്പോൾ ആ സ്ഥലത്തെത്തി കൂടുതൽ അന്വേഷണങ്ങൾ അവിടെയുള്ളവരോടൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. എന്തായാലും ആത്മഹത്യ എന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ നിഗമനം.